ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ എന്താ പഠിച്ചത്, എന്തൊക്കെയായിരുന്നു എന്നുള്ള ഒറ്റീനെ പറ്റിയിട്ടുള്ള ഒക്യുപേഷണൽ തെറാപ്പീനെ പറ്റിയിട്ടുള്ളത് ഞാൻ കഴിഞ്ഞ ബ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് എൻ്റെ യു കെ ജേർണി, എങ്ങനെ ഞാൻ യു കെയിലെത്തി എന്നുള്ളതാണ് ഇത്തവണ പറയുന്നത്. ഞാൻ പഠിച്ചു കഴിഞ്ഞു. ഞാൻ എന്നിട്ട് 1 ഇയർ നാട്ടിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ 6th മന്ത് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഞാനിങ്ങനെ അറിഞ്ഞു നമുക്കിങ്ങനെ യു കെന്ന് ആൾക്കാർ വരുന്നുണ്ടായിരുന്നു റിക്രൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊച്ചിയിൽ. അപ്പോൾ ഇങ്ങനെ ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ നടക്കുന്നുണ്ടെന്നുള്ളത് അറിഞ്ഞു ഓരോ ഗ്രൂപ്പ് വഴി. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ ഫസ്റ്റത്തെ ഇൻ്റർവ്യൂ ആയിരുന്നു. അപ്പം ഞാനാണെങ്കിൽ അപ്ലൈ ചെയ്തു. ജസ്റ്റ് നമ്മുടെ റെസ്യൂം, നമ്മുടെ പാസ്പോർട്ട് ഒക്കെ അവർ കൊച്ചിയിലുണ്ടായിരുന്നവർ നമ്മൾ കോണ്ടാക്ട് ചെയ്തു. അപ്പം അവരയച്ചു. അപ്പോൾ അവർ നമുക്ക് ഡേറ്റ് എന്നാണെന്നുള്ളതിൻ്റെ ഡേറ്റും ടൈമും ഒക്കെ തന്നു. അപ്പോൾ അന്ന് അവിടെ ഉണ്ടാവണം, ഇന്ന ദിവസങ്ങളിലാണ് ഡേറ്റ്, ഇന്ന ദിവസമാണ് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനാണെങ്കിൽ ഓക്കെ, ഐ വാസ് ലൈക്ക് ടെൻസ്ഡ്. എൻ്റെ ഫസ്റ്റത്തെ ഇൻ്റർവ്യൂ ആയിരുന്നു. അപ്പം വെറുതെ ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ അപ്പോൾ വിചാരിച്ചു ഓക്കെ പോവാം. അങ്ങനെ ഞാനും അമ്മയും എല്ലാവരും കൂടി പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഏജൻസി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ കമൻറ്റ് ബോക്സിലിടാം എന്തായിരുന്നു എന്നുള്ളതൊക്കെ. അപ്പോൾ അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂവിന് പോയിട്ട് അപ്പോൾ ഇങ്ങനെ കുറേ പേര് യു കെന്ന് എനിക്ക് തോന്നുന്നു ഒരു 4-5 പേര് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ആദ്യം ഒരു PPT, ഒരു പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ അവർ പ്രസൻറ്റ് ചെയ്തു. ലൈക്ക് എന്താണ് NHS, എങ്ങനെയൊക്കെയാണ് അവർ റിക്രൂട്ട് ചെയ്യുന്നത്, അതിൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അപ്പം ഞങ്ങളവിടെ കുറേ അത് ഒക്യുപേഷണൽ തെറപ്പിക്കും റേഡിയോഗ്രാഫറിനുമായിരുന്നു ആ ഇൻ്റർവ്യൂ നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറേ പേര് എൻ്റെ ബാച്ച്മേറ്റ്സ് ഉണ്ടായിരുന്നു, അല്ലാണ്ട് വേറെ കോളേജിൽ നിന്ന് പഠിച്ച ഒക്യുപേഷണൽ തെറപ്പിസ്റ്റ് ഉണ്ടായിരുന്നു, റേഡിയോഗ്രാഫേഴ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ ഓരോരുത്തരായിട്ട് ഇൻഡിവിജ്വൽ ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ ഞങ്ങൾ അറ്റൻഡ് ചെയ്തു. ഇറ്റ് വാസ് ലൈക്ക് ക്വൈറ്റ് എൻ്റെ ആദ്യത്തെ ഇൻ്റർവ്യൂ ആയിരുന്നു. സോ ഇറ്റ് വാസ് ഫൈൻ, ഇറ്റ് വാസ് ഗുഡ്. ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഇംഗ്ലീഷിലായിരുന്നു എല്ലാം. ആദ്യത്തെ ഇൻ്റർവ്യൂ ആയിരുന്നു. അപ്പം എന്തൊക്കെ തരത്തിലുള്ള ചോദ്യം ചോദിക്കുന്നതെന്നൊന്നും അറിയത്തില്ലായിരുന്നു. പക്ഷേ അവർ ദേ വർ ലൈക്ക് കുറേ ഇങ്ങനെ സിനാരിയോസ് തന്നു. ഓക്കെ, ഇന്ന സിനാരിയോസിൽ ഞാൻ എന്തൊക്കെ ചെയ്യും, എൻ്റെ ഒപ്പീനിയൻസ്, എൻ്റെ ലൈക്ക് ക്ലിനിക്കൽ റീസണിങ് എന്തൊക്കെയാണെന്നുള്ളത് തന്നെയായിരുന്നു ബേസിക്കലി ഇൻ്റർവ്യൂ. അതൊരു 30-40 മിനിറ്റ്സ് എന്തോ ഉണ്ടായിരുന്നു ഇൻ്റർവ്യൂ. അങ്ങനെ ഇൻ്റർവ്യൂ കഴിഞ്ഞു. പിന്നെ അപ്പോൾ അവർ പറഞ്ഞു ഇന്ന് വൈകുന്നേരം രാത്രി എൻ്റെ ഒരു 5 o'clock വൈകുന്നേരമായിരുന്നു. 5 o'clock to 5:30-35 ആ ഒരു റേഞ്ച് വരെയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് റിസൾട്ട് അറിയും, ഐ മീൻ സക്സസ് ആണോ, സെലക്ട് ആയോ എന്നുള്ളത്. അങ്ങനെ പിന്നെ ഞങ്ങൾ വൈകുന്നേരം, പിന്നെ അത് കൊച്ചിയിലായതുകൊണ്ട് ഞങ്ങൾ പിന്നെ എല്ലായിടത്തും എടപ്പള്ളി അവിടെ എല്ലാം പോയി. അപ്പോൾ വൈകുന്നേരം എനിക്കിങ്ങനെ ഇൻ്റർവ്യൂ ഇങ്ങനെ അവിടെ നിന്ന് എനിക്ക് മെയിൽ വന്നു, യു ആർ സക്സസ്ഫുൾ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവർ പറഞ്ഞു യു ആർ സക്സസ്ഫുൾ. അത് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു 2-3 ദിവസം കഴിയുമ്പോൾ, അല്ല ഒരാഴ്ച കഴിയുമ്പോൾ നമുക്ക് ഓഫർ ലെറ്റർ വരും. ഏത് യൂണിവേഴ്സിറ്റി, ഏത് സ്ഥലത്താണ്, ഏത് ട്രസ്റ്റിലാണ് നമുക്ക് ജോലി കിട്ടിയേക്കുന്നത് എന്നുള്ളതിൻ്റെയൊക്കെ ഓഫർ ലെറ്റർ വരും എന്ന് പറഞ്ഞു.